ഓം നമോ നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. കൂടാതെ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. മകം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് ഈ 2024 മാർച്ച് മാസത്തിൽ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന ശുഭവും അശുഭവുമായ ഫലങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുടുംബപരമായ സ്വത്ത് അഥവാ പൂർവിക സ്വത്ത് പണം കൊടുത്ത് വാങ്ങുവാൻ തയ്യാറാകും. അത്ഭുതകരമായതോ സാഹസികപരമായതോ ആയ വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ട അവസ്ഥ വന്നു ചേരുന്നതാണ്. ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ സ്വീകരിക്കുന്നത് ഭാവി ജീവിതത്തിന് വളരെ ഗുണകരമായി തീരും എന്നുള്ളത് ഓർമ്മയിലിരിക്കുക. കൂടാതെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത ഈ അവസരത്തിൽ വളരെ കൂടുതലുണ്ട്. പരാജയം സംഭവിക്കും എന്ന കാരണത്താൽ പുതിയ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളിൽ നിന്ന് മാറി നിൽക്കും. നേരത്തെ തന്നെ കണക്കുകൂട്ടി തിട്ടപ്പെടുത്തി വച്ചിട്ടുള്ള പ്രവർത്തികളിൽ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ ആണെങ്കിൽ പോലും അകാരണമായ തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പകർച്ചവ്യാധികൾ വന്ന് ഭവിക്കുവാനുള്ള സാധ്യതയും ഈ സമയത്ത് കൂടുതലാണ്. അധികമായ സംസാരം ഒഴിവാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് അബദ്ധങ്ങൾ ഉണ്ടാക്കുവാൻ വഴിയൊരുക്കും. സുഹൃത്തുക്കൾക്കോ സഹോദരങ്ങൾക്കോ അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഈ അപകടങ്ങൾ വഴി വിയോഗം സംഭവിക്കുവാനും യോഗമുണ്ടായേക്കാം. അതുവഴി അതീവ ദുഃഖം അനുഭവിക്കേണ്ടി വരും. ചെയ്യുന്ന പ്രവർത്തികൾ അതീവ ശ്രദ്ധയോടെ ചെയ്യാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ എന്നിവർ ഓർമ്മശക്തി കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്തേണ്ടതാണ്. ഓർമ്മക്കുറവുകൾ മൂലം പരീക്ഷകളിൽ കാര്യമായ രീതിയിൽ അവതരിപ്പിക്കുവാനോ അല്ലെങ്കിൽ ആ പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കുവാനോ സാധിക്കാതെ വരികയും ചെയ്യുന്നതാണ്. കൂടാതെ അമിതമായ ആവേശം നിയന്ത്രിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.